തലസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പൈപ്പ് പണിക്കും ജലവിതരണത്തിനും പ്രോട്ടോകോൾ രൂപീകരിക്കുമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കോട്ടയത്ത് പറഞ്ഞു. പെട്ടെന്ന് തീർക്കാം എന്ന് വിചാരിച്ച് ചെയ്തൊരു ജോലിയിൽ വന്ന ഒരു ചെറിയ പിഴവാണ് ഇതിനിപ്പോൾ കാരണമായത്. ആ ചോർച്ചയില്ലെങ്കിൽ ഇത് പരിഹരിക്കപ്പെട്ടു. അതുകൊണ്ട് ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നല്ലവണ്ണം ആലോചിക്കാൻ കഴിയുന്ന രീതിയിൽ തലസ്ഥാന നഗരിയിലെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകൾ അതിന്റെ ഗൗരവവും അതിന്റെ രീതിയും സ്വഭാവവും മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രോട്ടോകോൾ നിശ്ചയിക്കാൻ തീരുമാനിക്കുക. ഇനി അങ്ങനെ പ്രോട്ടോകോൾ ബേസിലായിരിക്കും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ജില്ലാ അഡ്മിനിസ്ട്രേഷനോട് വേണ്ടിവരും, കൊച്ചിൻ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനുമായിട്ട് ആലോചിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു വിഷയം ശിവൻകുട്ടി മന്ത്രി നല്ലവണ്ണം ഇക്കാര്യങ്ങളിൽ നോക്കിയ ഒരാളാണ്. ഞാൻ ഈ വിഷയം ഉണ്ടായി കഴിഞ്ഞ ഉടനെ പിറ്റേ ദിവസം തന്നെ മുഖ്യമന്ത്രി തന്നെ എന്നെ വിളിച്ചിരുന്നു. ഞാനിവിടെ നേരെ തിരുവനന്തപുരത്തേക്ക് പോയി. രാത്രിയിൽ 11 മണിക്ക് അന്ന് ഞാൻ 2:30-3 വരെ ഞാൻ ആ സൈറ്റിലുണ്ടായിരുന്നു. പുലർച്ചെയും ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പി.കെ. പ്രശാന്ത് ഉൾപ്പെടെ, പ്രത്യേകിച്ച് ആന്റണി രാജു, കടകംപള്ളി സുരേന്ദ്രൻ, അവരെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചവരാ. മേയർ അവരൊക്കെ രാപകമില്ലാതെ ഇവിടെ നിന്നിട്ടുള്ളവരാ. അപ്പോൾ ഞങ്ങളെല്ലാം സജീവമായി നിലകൊണ്ടു. ഇതൊരു മെറ്റിതര പ്രശ്നമല്ലല്ലോ. ഞങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുന്ന വിഷയത്തിലുണ്ടായ ചെറിയ വീഴ്ചയാണെങ്കിൽ പോലും അത് ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം കൂടി ഗവൺമെന്റിനുണ്ട്. ജലവിതരണത്തിലും മറ്റ് അറ്റകുറ്റപ്പണിയിലും വീഴ്ച ഉണ്ടായോ എന്നറിയാൻ ഉന്നതതല യോഗം വ്യാഴാഴ്ച ചേരുമെന്നും മന്ത്രി അറിയിച്ചു.